കമ്പ്യൂട്ടറിൻ്റെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ രംഗത്താണ് മൈക്രോസോഫ്റ്റ് വലുതായി പ്രവർത്തിക്കുന്നത്. എന്നാൽ മൈക്രോസോഫ്റ്റിന് എന്തിനാണ് ചാണകം, അവർക്കെന്തിനാണ് മനുഷ്യമലം എന്നൊരു ചോദ്യം വളരെ രസകരമാണ്. എന്തായാലും മൈക്രോസോഫ്റ്റുകാർ 14,700 കോടി രൂപ, ഏകദേശം $170 കോടി ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത 12 വർഷക്കാലം കൊണ്ട് 49-50 ലക്ഷം മെട്രിക് ടൺ വേസ്റ്റാണ്, അതായത് മനുഷ്യമലവും സീവേജ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സീവേജിൽ നിന്ന് കിട്ടുന്ന മനുഷ്യമലവും അതുപോലെ ലാട്രിനിൽ നിന്ന് കിട്ടുന്ന മനുഷ്യമലവും ചാണകവും അവർ എടുത്തിട്ടുകൊണ്ട് ഇതിനെ 5000 അടി താഴെയുള്ള ഭൂമിക്കടിയിൽ 5000 അടി താഴെ കൊണ്ടുപോയി ഡ്രില്ല് ചെയ്ത് അവിടെ ഇത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഏകദേശം ഒരു 49 ലക്ഷം മെട്രിക് ടൺ കാർബണിൻ്റെ ബാധ്യത, 50 ലക്ഷം മെട്രിക് ടൺ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ രസകരമാണ്. അമേരിക്കയിലെ വോൾട്ടൽ ഡീപ്പ് കമ്പനിക്ക് 12 വർഷത്തെ കരാറാണ് കൊടുത്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ വളരെ മനോഹരമായ രീതിയിലാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് പ്രവർത്തിക്കുന്നത്. എന്തായാലും അവരുടെ ഒരു പ്രവർത്തന ഫലമായിട്ട് വന്നിട്ടുള്ള ഈ ജൈവമാലിന്യങ്ങളെ അഴുക്ക് ചാലുകളിൽ നിന്നും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും പേപ്പർ മില്ലുകൾ തുടങ്ങിയ എവിടെ നിന്നെല്ലാമുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ പറ്റും അതെല്ലാം ശേഖരിച്ചുകൊണ്ട് അവയെ ബയോസ്ലറിയാക്കി മാറ്റി അതിനെ അതിനെ മിശ്രിതമായ പ്രത്യേക പമ്പുകൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ ബയോസ്ലറിയാക്കി ലിക്വിഡ് ഫോമിലാക്കും. ഇതിനെ വളരെ നല്ല ലിക്വിഡ് ഫോമിലാക്കി ഭൂമിക്കടിയിലേക്ക് പമ്പ് ചെയ്ത് ഏകദേശം 5000 അടി താഴേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇതിലൂടെ മാലിന്യങ്ങൾ വിഘടിപ്പിക്കുന്നത് മീഥേൻ പോലുള്ള ഹരിത പുറത്തു വരുന്നതും തടയാനാകും. അപ്പോൾ വളരെ വലിയ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ആഗോളതാപനത്തിന് ശേഷമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ കുഴപ്പമുള്ള ആളാണ് മീഥൈൻ. അപ്പോൾ മീഥൈനെ ചാണകം താഴേക്ക് കൊണ്ട് കളയുന്നത് കൊണ്ട് മീഥൈനെ ഇങ്ങനെ കളയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ചാണകവും മനുഷ്യമലവും മനുഷ്യമൂത്രവും ഇതെല്ലാം കളക്ട് ചെയ്ത് അതിനെ ലിക്വിഡ് ഫോമിലാക്കി ഭൂമിക്കടിയിലേക്ക് 5000 അടി അടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ വന്നതിന് ശേഷം മൈക്രോസോഫ്റ്റുകാർ വളരെയധികം ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു വാദം ലോകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും ധാരാളമായി ഡേറ്റാ സെൻറ്ററുകളും ആവശ്യമാണ്. ഈ ഉപഭോഗോർജ്ജം ഡാറ്റാ സെൻറ്ററുകളിൽ നിന്ന് വലിയ തോതിലാണ് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും മൈക്രോസോഫ്റ്റ് ഇങ്ങനെ അവർ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അവർ വാൾ സ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ട് അനുസരിച്ച് വേസ്റ്റ് ടു കാർബൺ ടെക്നോളജിക്ക് വേണ്ടി നടന്നിട്ടുള്ള ഏറ്റവും വലിയ നിക്ഷേപം, ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ എമിഷനെയും മീഥൈൻ്റെ എമിഷനെയും ഇല്ലാതാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ ദൗത്യത്തിലാണ് ബിൽ ഗേറ്റ്സ് ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളാണ്. അദ്ദേഹം ലാട്രിനിലെ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരസ്യം കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ വളരെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ് പുതിയ ദൗത്യമായി വന്നിരിക്കുന്നു. ഏകദേശം 170 കോടി അതായത് $15,700 കോടി രൂപയുടെ മനുഷ്യമലവും ചാണകവും ഒക്കെയാണ് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പരിസ്ഥിതി സംരക്ഷകരെ സംബന്ധിച്ചും ലോകത്തിനെ സംബന്ധിച്ചും പുതിയ വാർത്തയാണ്. ഇതുപോലെ ഓരോ കമ്പനികളും ഇതുപോലത്തെ പുതിയ ഇന്നവേറ്റീവായിട്ടുള്ള നോവൽ പ്രോജക്റ്റുകൾ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തിലെ, സംസ്ഥാനത്തെ, നമ്മുടെ ഓരോ പ്രദേശങ്ങളിലെയും മാലിന്യത്തെ നമുക്ക് നന്നായി സംസ്കരിക്കാൻ കഴിയും. എല്ലാവർക്കും ഈ ഡീപ് സീക്ക് സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അതേസമയം മറ്റൊരുപാട് മാർഗ്ഗങ്ങൾ മാലിന്യ സംസ്കരണത്തിലുണ്ട്. എന്തായാലും മൈക്രോസോഫ്റ്റിൻ്റെ ഈ കഥ ഒരു കൗതുകമായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പരിസ്ഥിതി രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാനുള്ള കാർബൺ ബഹിർഗമന യജ്ഞത്തിൽ മൈക്രോസോഫ്റ്റും പങ്കാളിയാവുകയാണ്. എന്തായാലും മൈക്രോസോഫ്റ്റിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കോടാനുകോടി രൂപയാണ്, ഒരു 15,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും നടക്കട്ടെ. ലോകത്തുള്ള വമ്പന്മാർ, ഭീകരന്മാർ, വലിയ സംവിധാനങ്ങളുള്ള IT കമ്പനികളൊക്കെ ഇതിങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തുവിടുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്താൽ മാനവരാശിക്ക് ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും നല്ല പരിസ്ഥിതിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.